വയസ്സിന് മുകളിലുള്ള ഒരാളാണോ, അതോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സീനിയർ സിറ്റിസൺസ് ആണോ? 2026 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള പുതിയ ഇൻകം ടാക്സ് റൂൾസ് നിങ്ങളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഒക്കെ ഫിനാൻഷ്യൽ ലൈഫിനെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പുതിയ ഇൻകം ടാക്സ് റൂൾസിനെ പറ്റിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ ഇൻകം പെൻഷൻ ആയിക്കോട്ടെ, ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഇനി റെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വരുന്ന ഇൻകം ആയിക്കോട്ടെ, ഈ പുതിയ റൂൾസ് ഓരോ രൂപയും നിങ്ങൾക്ക് എങ്ങനെ ടാക്സ് ആകും, എവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായി ഇനി നിങ്ങൾക്ക് എത്ര ടാക്സ് കൊടുക്കണം, ഏത് ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കും, എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത്, കൂടാതെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ട്രാക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. So welcome back to yet another video of Boss Wallet Daily Malayalam YouTube channel. I am Akshara. അപ്പോൾ ആരാണ് സീനിയർ സിറ്റിസൺ? ഇൻകം ടാക്സ് റൂൾസ് പ്രകാരം സർക്കാർ ആളുകളെ 2 പ്രധാന കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ 60 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ള ആളുകളെ സീനിയർ സിറ്റിസൺ എന്ന കാറ്റഗറിയിലും 80 വയസ്സിന് മുകളിലുള്ള ആളുകളെ സൂപ്പർ സീനിയർ സിറ്റിസൺസ് എന്ന കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് പല ബെനിഫിറ്റ്സും നമ്മുടെ നാട്ടിലൊക്കെ അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെനിഫിറ്റ്സ് മുഴുവൻ ലഭിക്കുന്നത് ഇന്ത്യൻ റെസിഡൻസിന് മാത്രമാണ്. അതായത് NRI ആണെങ്കിൽ ഈ സീനിയർ സിറ്റിസൺ ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ടാക്സിൽ എന്തൊക്കെയാണ് ചേഞ്ച് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. മുൻപുണ്ടായിരുന്ന പഴയ ടാക്സ് സിസ്റ്റത്തിൽ 60 മുതൽ 79 വയസ്സ് വരെയുള്ള സീനിയർ സിറ്റിസൺസിന് 3 ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ലായിരുന്നു. അതേസമയം 80 വയസ്സിന് മുകളിലുള്ള സൂപ്പർ സീനിയർ സിറ്റിസൺസിന് 5 ലക്ഷം വരെ ടാക്സ് ഇല്ല. അതുപോലെ തന്നെ അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിരുന്നു. പക്ഷേ 2026 മുതൽ വരുന്ന പുതിയ ടാക്സ് സിസ്റ്റത്തിൽ ഈ ഡിഫറൻസ് ഒക്കെ റിമൂവ് ചെയ്ത് സീനിയർ സിറ്റിസൺസ് ആയാലും സൂപ്പർ സീനിയർ സിറ്റിസൺസ് ആയാലും 2 പേർക്കും 4 ലക്ഷം വരെയാണ് ഇൻകം കംപ്ലീറ്റ്ലി ഇനി ടാക്സ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരു രീതി നോക്കുമ്പോൾ സൂപ്പർ സീനിയേഴ്സിന് ഉണ്ടായിരുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് കുറയുന്ന പോലെ തോന്നിയാലും സിസ്റ്റം കംപ്ലീറ്റ്ലി സിംപ്ലിഫൈ ചെയ്യുന്നതിനായിട്ട് എല്ലാവർക്കും ഒരേ ലിമിറ്റ് നൽകുന്ന രീതിയിലാണ് ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് സർക്കാർ. ഇനി നമുക്ക് ITR ഫയലിങ്ങിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ITR ഫയൽ ചെയ്യണോ? പുതിയ റൂൾസ് പ്രകാരം നിങ്ങളുടെ മുഴുവൻ ഇൻകം 4 ലക്ഷം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ സാധാരണയായി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല എന്നൊരു റിലാക്സേഷൻ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം കുറവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇൻകം കുറവായാലും ITR ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ 1 കോടിക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ടേൺ ഓവർ 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ഇൻകം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ, ഓർ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഫോറിൻ ട്രാവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫോറിൻ അസറ്റ്സ് ഒക്കെ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ITR ഫയൽ ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. സോ ഇത് സിമ്പിളായി പറയുകയാണെങ്കിൽ, സർക്കാർ ഇപ്പോൾ ഇൻകം മാത്രമല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും സ്പെൻഡിങ് പാറ്റേണും കൂടെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ തുടങ്ങുകയാണ് എന്നാണ് അർത്ഥം. അഡ്വാൻസ് ടാക്സ് റൂൾ. ഇനി നമുക്ക് അഡ്വാൻസ് ടാക്സ് റൂൾ എന്താണെന്ന് നോക്കാം. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അവരുടെ ഇൻകം പെൻഷനും ബാങ്ക് ഇൻട്രസ്റ്റും മാത്രമാണെങ്കിൽ അഡ്വാൻസ്ഡ് ടാക്സ് പേ ചെയ്യേണ്ടതില്ല എന്നൊരു വലിയ റിലാക്സേഷൻ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ആക്റ്റീവ് ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വയസ്സ് ഒരു 60 മുകളിലായാലും അഡ്വാൻസ്ഡ് ടാക്സ് പേ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 75 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സ്പെഷ്യൽ റൂൾ എന്താണെന്ന് നോക്കാം. 75 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ജീവിതം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള റൂളാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. ഈ ബെനിഫിറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ വയസ്സ് 75 അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം. കൂടാതെ നിങ്ങളുടെ ഇൻകം സോഴ്സ് പെൻഷനും ബാങ്ക് ഇൻട്രസ്റ്റും മാത്രമായിരിക്കണം. അതായത് റെന്റിന് വരുന്ന ഇൻകം, ബിസിനസ്സിന് വരുന്ന ഇൻകം, ക്യാപിറ്റൽ ഗെയിൻസ് എന്നിവ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് ബാങ്ക് തന്നെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് TDS ഡിഡക്ട് ചെയ്ത് നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം തന്നെ ഒഴിവാക്കുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കായിട്ട് 5 ലക്ഷം രൂപ വരെ ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് നൽകുന്ന ഒരു ബെനിഫിറ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മേജർ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കവർ ചെയ്യുകയും ക്യാഷ്ലെസ് ഫെസിലിറ്റി വഴി ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ഒക്കെ മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായിട്ടും സീനിയർ സിറ്റിസൺസിന് മെഡിക്കൽ എക്സ്പെൻസ് കൊണ്ട് വരുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വലിയ സപ്പോർട്ടാണ്. ഇനി പുതിയ TDS റൂള് എന്താണെന്ന് നമുക്ക് നോക്കാം. പുതിയ റൂള് പ്രകാരം ബാങ്ക് ഇൻട്രസ്റ്റ് 1 ലക്ഷത്തിന് മുകളിലായി കഴിഞ്ഞാൽ TDS ഡിഡക്ട് ചെയ്യപ്പെടും. എന്നാൽ ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TDS ഡിഡക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് ഇല്ല എന്ന് കരുതുന്നത്. യഥാർത്ഥത്തിൽ TDS ഡിഡക്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഇൻകം ടാക്സബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഫോം 121 എന്താണെന്നറിയോ? നമുക്ക് നോക്കാം. മുൻപ് TDS അവോയ്ഡ് ചെയ്യാൻ വേണ്ടി 60 വയസ്സിന് താഴെയുള്ളവർ ഫോം 15Gയും 60 വയസ്സിന് മുകളിലുള്ളവർ ഫോം 15Hഉം സബ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ പുതിയ സിസ്റ്റത്തിൽ ഈ 2 ഫോംസും കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഫോമായിട്ട് ഫോം 121 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി മുതൽ ആ ഫോമാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ഫോം 121? ഫോം 121 എന്നത് നിങ്ങൾ ബാങ്കിനോട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫോമാണ്. അതിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇൻകം വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ TDS ഡിഡക്ട് ചെയ്യേണ്ടതില്ല എന്നായിരിക്കും. എങ്ങനെയാണ് ഫോം 121 ഫിൽ ചെയ്യേണ്ടത്? ഈ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് പാൻ കാർഡിൽ നിങ്ങൾ ഉള്ളതുപോലെ തന്നെ പേര് കൊടുക്കണം, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം, പാൻ നമ്പർ കൊടുക്കണം, നിങ്ങളുടെ ഇൻഡിവിജ്വൽ കാറ്റഗറി ഏതാണെന്ന് കൊടുക്കണം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കണം, ഏജ് കാറ്റഗറി ഏതാണെന്ന് വരുന്നത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഇമെയിൽ IDയും ഫോൺ നമ്പറും കറക്റ്റ് ആയിട്ട് നൽകണം. ഇൻകത്തിന്റെ സെക്ഷനിൽ നിങ്ങൾ ബാങ്കിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം സെലക്ട് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ് ശരിയായി തന്നെ മെൻഷൻ ചെയ്യണം. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപ FDയിൽ നിന്ന് 35,000 രൂപയാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. 10 ലക്ഷത്തിൽ നിന്ന് 70,000 രൂപയായിരിക്കും ഇൻട്രസ്റ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് 1,05,000 രൂപയായിരിക്കും. ഇത് നിങ്ങൾ കറക്റ്റായി ഡിക്ലെയർ ചെയ്യണം. കൂടാതെ ഓരോ ബാങ്കിലുള്ള FDകൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതുമായിരിക്കും. മുമ്പ് ടാക്സ് സിസ്റ്റത്തിൽ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും എന്ന് 2 കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. ഇത് പലർക്കും കൺഫ്യൂസിംഗ് ആയിരുന്നു. പുതിയ സിസ്റ്റത്തിൽ ഇത് സിംപ്ലിഫൈ ചെയ്ത് ടാക്സ് ഇയർ 2026-27 എന്നൊരു സിംഗിൾ കോൺസെപ്റ്റ് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്. ഇനി അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്ടഡ് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ ബില്ല് ലക്ഷങ്ങളായി കഴിഞ്ഞാൽ ആ സേവിങ്സ് ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പോകും അല്ലേ? അതുകൊണ്ടാണ് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. വെറും 700 മുതൽ 900 രൂപ വരെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് 10 മുതൽ 20 ലക്ഷം വരെ ഹെൽത്ത് കവറേജ് കിട്ടും. വെറും 900 രൂപ മുതൽ 1000 രൂപ ഒരു മാസത്തിൽ നിങ്ങൾ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ 2 കോടി മുതൽ 3 കോടി വരെ ടേം കവറേജും കിട്ടും. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ 25-ലേറെ കമ്പനീസ്, 100-ലധികം പ്ലാൻസ്, ഏത് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡിറ്റോ ഇൻഷുറൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് സിറോദ ബാങ്കിന്റെ കമ്പനി കൂടിയാണ്. കൺസൾട്ടേഷൻ, കോൾ, ക്ലെയിം സപ്പോർട്ട് എല്ലാം 100% ഫ്രീ ആണ്. നിങ്ങൾക്ക് സ്പാം കോൾസും വരില്ല. സോ ഫ്രീ കൺസൾട്ടേഷന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് പ്രോപ്പർട്ടി റൂളിൽ എന്തൊക്കെ ചേഞ്ച് വന്നെന്ന് നോക്കാം. മുൻപ് ഒരു സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് മാത്രം ടാക്സ് ഫ്രീ ആയി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 വീടുകൾ വരെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ബെനിഫിറ്റ് നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത്. ഇനി റെന്റുകളുടെ റൂളിനെ പറ്റി നോക്കുകയാണെങ്കിൽ മന്ത്ലി റെന്റ് 50,000 രൂപ അല്ലെങ്കിൽ അതിൽ താഴെ ആണെങ്കിൽ TDS ഡിഡക്ട് ചെയ്യേണ്ടതില്ല എന്നൊരു റൂളും കൂടെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് NRI പ്രോപ്പർട്ടി റൂൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. 2026 ഒക്ടോബർ 1 മുതൽ NRI പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് TA നമ്പർ അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന പഴയ റൂള് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതിലൂടെ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് കൂടുതൽ ഈസി ആയിട്ട് നടക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ITR ഫയൽ ചെയ്യാനുള്ള ഡെഡ് ലൈൻസ് നോക്കാം. ഇൻഡിവിജ്വൽസിന് ITR ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 31 ആണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഓഗസ്റ്റ് 31, ഓഡിറ്റ് കേസുകളാണെങ്കിൽ ഒക്ടോബർ 31 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇനി നമുക്ക് 2026 ടാക്സ് സ്ലാബുകൾ നോക്കാം. 4 ലക്ഷം വരെയാണ് ഇൻകം എങ്കിൽ നിങ്ങൾക്ക് ഒരു ടാക്സും വരുന്നില്ല. 4 മുതൽ 8 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇൻകം വരുന്നതെങ്കിൽ 5% ടാക്സ് വരുന്നത്. 8 മുതൽ 12 ലക്ഷം വരെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ 10%, 12 മുതൽ 16 ലക്ഷം വരെയാണെങ്കിൽ 15%, 16 മുതൽ 20 ലക്ഷം വരെയാണെങ്കിൽ 20%, 20 മുതൽ 24 ലക്ഷം വരെയാണെങ്കിൽ 25%, 24 മുകളിലാണ് നിങ്ങളുടെ ഇൻകം വരുന്നതെങ്കിൽ 30% ടാക്സ് വരുന്നത്.
12 ലക്ഷം വരെ ഇൻകം ഉള്ളവർക്ക് 60,000 രൂപ റിബേറ്റ് ലഭിക്കുന്നതുകൊണ്ട് കാൽക്കുലേറ്റഡ് ടാക്സ് കംപ്ലീറ്റ്ലി സീറോ ആക്കാൻ കഴിയുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇത് നൽകുന്നത്. 12 ലക്ഷം രൂപ ഇൻകം ഉള്ളവർക്ക് ടാക്സ് സീറോ ആയിരിക്കുന്ന സമയത്ത് 12,100,000 രൂപ ഇൻകം ഉള്ളവർക്ക് പെട്ടെന്ന് 60,000 രൂപ ടാക്സ് വരുന്നത് അൺഫെയർ ആയതുകൊണ്ട് ഗവൺമെന്റ് മാർജിനൽ റിലീഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് അധികമായി വന്ന ഇൻകം എമൗണ്ട് മാത്രം ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി. സോ ഇതാണ് 2026 മുതൽ വരുന്ന പുതിയ ഇൻകം ടാക്സ് റൂൾസിന്റെ കംപ്ലീറ്റ് പിക്ചർ. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന് ഇത് വളരെ ഉപയോഗപ്പെടുന്നതുകൊണ്ട് ഓരോ പോയിന്റും ക്ലിയർ ആയി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിന് വളരെ നല്ല ഡിഫറൻസ് ഉണ്ടാക്കും. സോ ഈ റൂൾസ് ശരിയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ലീഗലി കുറയ്ക്കാനും അൺനെസസറി പെനാൾട്ടീസ് എല്ലാം ഒഴിവാക്കാനും നിങ്ങളുടെ സേവിങ്സ് കൂടുതൽ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാനും കഴിയും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബോസ്വാല ഡെയിലി മലയാളത്തിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. കൂടാതെ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് നന്ദി. അടുത്തൊരു ടോപ്പിക്കായി പിന്നെയും കാണാം. സോ I'll see you all in the next video. Thanks for watching. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.